കോടതി വിധി ഗവർണർക്കെതിരായിരിക്കെ കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ സാധ്യത തെളിഞ്ഞു. വിസിമാരുടെ പട്ടിക സർക്കാർ വൈകാതെ നൽകും. ഇതിന് വിപരീതമായി ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചാൽ കാര്യങ്ങൾ വീണ്ടും കുഴയും. സസ്പെൻഷനുമായിട്ട് അക്കാര്യത്തെക്കുറിച്ച് ഒരു പരാതി നൽകിയിട്ടില്ല. ഒരു പരാതി ഇപ്പോഴും നിലനിൽക്കുന്നില്ല. അപ്പോൾ ആ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പരിഗണിക്കും. ഇതൊന്നുമില്ലാതെ യൂണിവേഴ്സിറ്റിയുടെ പ്രോപ്പർട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈസ് ചാൻസലറുടെയോ ഒന്നുമല്ല, പാവപ്പെട്ട ജനങ്ങളുടെയാണ്. പാവപ്പെട്ട ജനങ്ങളുടെ പ്രോപ്പർട്ടി തകർത്തിട്ട് എന്ത് വിപ്ലവമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? അതുകൂടാതെ തിരുവനന്തപുരത്ത് എൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് പോയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ രാത്രി 8:30 മണിക്ക് അവിടെ ചെന്ന് കലാപം ഉണ്ടാക്കുകയാണ്. സർവകലാശാലയിൽ ഭരണപ്രതിസന്ധി ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാണെന്ന് വിസി ആരോപിച്ചു. വൈസ് ചാൻസലർ അല്ല ഇതിന് കാരണമെന്ന് ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. തൃശൂർ രാമനിലയത്തിൽ ഗവർണറോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രജിസ്ട്രാർ KS അനിൽകുമാർ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് വിസിയോടോ സിൻഡിക്കേറ്റിനോടോ ചാൻസലറോടോ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം നേരെ കോടതിയിലേക്കാണ് പോയത്. പിന്നീട് പരാതിയില്ലെന്ന് പറഞ്ഞ് ഹർജി പിൻവലിക്കുകയും ചെയ്തുവെന്നാണ് ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞത്. എന്നാൽ സസ്പെൻഷൻ പിൻവലിച്ചതിന്റെ രേഖകൾ കാണിച്ചിട്ടില്ല. ആരാണ് സസ്പെൻഷൻ പിൻവലിച്ചതെന്ന് ആർക്കും അറിയില്ല. സിൻഡിക്കേറ്റ് കൂടിയിട്ടില്ല. വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കാതെ സിൻഡിക്കേറ്റ് കൂടാൻ കഴിയില്ലെന്ന് വിസി പറഞ്ഞു. തന്റെ ഭാര്യ വീട്ടിൽ പോലും പ്രതിഷേധവുമായി ആളുകൾ എത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു.